സാർ, കഴിഞ്ഞ ദിവസം 1-2 ദിവസമായിട്ടേ മലയാളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് മലയാള സിനിമാ മേഖലയിലെ ഒരു വിവാദം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തിപ്പടർന്ന് പരക്കുന്നത് സാർ കണ്ടിട്ടുണ്ടാവും. പുതിയ നടൻ, മിമിക്രിസ്റ്റും ആർട്ടിസ്റ്റും സിനി ആർട്ടിസ്റ്റും സീരിയൽ നടനൊക്കെ ആയിട്ടുള്ള ടിനി ടോമാണത് ഉന്നയിച്ചത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് സിനിമകൾ കുറഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു അദ്ദേഹത്തെ പ്രേം നസീറിനോട് ഉപമിച്ചുകൊണ്ട്, ആർക്കാണ് സിനിമയില്ലാത്ത കാലം വരാതിരുന്നത്? പ്രേം നസീറിൻ്റെ കഥ അറിഞ്ഞൂടെ? പ്രേം നസീറിന് സിനിമയില്ലാതായിട്ട് അദ്ദേഹം അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായ ബഹദൂറിൻ്റെയും അടൂർ ഭാസിയുടെയൊക്കെ വീട്ടിൽ ചെന്ന് വലിയ തോതിൽ സങ്കടം പറഞ്ഞ് വിലപിക്കുമായിരുന്നു. എനിക്ക് സിനിമയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുമായിരുന്നു. അങ്ങനെ ഒരവസ്ഥ പ്രേം നസീറിന് വന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പുതിയ ലോകത്ത് സിനിമ വലിയ മത്സരം നേരിടുമ്പോൾ പ്രേം നസീറിനെ അത് വലിയ വിമർശനം ഉണ്ടാക്കി. പ്രേം നസീറിന് സാറിന് അറിയാമോ, എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്നതല്ലേ, പ്രേം നസീറിന് സിനിമയില്ലാത്ത കാലം വന്നിട്ടില്ല. സിനിമയില്ലാത്ത കാലം മതിയായും തോന്നിയപ്പോൾ അദ്ദേഹം പൊതുജീവിതത്തിലേക്ക് വന്നു. കോൺഗ്രസ് പാർട്ടിയുടെ വലിയ പ്രചാരകനായിട്ട് മാറി. തിരക്ക് പിടിച്ച ജീവിതത്തോടെയാണ് അദ്ദേഹം. ഗിന്നസ് ബുക്കിലൊക്കെ സിനിമ ചെയ്ത് റെക്കോർഡ് സൃഷ്ടിച്ച ആളാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു മഹിമയൊക്കെ അറിയാലോ. സാറ് പറയൂ, എന്താണ് ഈ പ്രേം നസീറിനെ? മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലെല്ലാം മദ്രാസിലെ അമേരിക്കൻ ലൈബ്രറിയിൽ പോയി വ്യാപകമായിട്ട് പുസ്തകം വായിച്ചിരുന്ന ആളാണ് പ്രേം നസീർ എന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ല. അയ്യോ, അത് അധികം പേർക്ക് അറിയില്ല കേട്ടോ സാർ. അങ്ങനെയൊക്കെ ഇനി വേറൊന്നും കൂടിയുണ്ട്. പ്രേം നസീറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം യൂണിവേഴ്സിറ്റി കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകനായി ഇംഗ്ലീഷ് പഠിപ്പിക്കണം എന്നായിരുന്നു. അതെ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ആ ഒരു ആഗ്രഹം ഉള്ളത് കാരണം ലിറ്ററേച്ചർ വായിക്കുക എന്നും, അതും വിശേഷിച്ച് ഇംഗ്ലീഷ് സാഹിത്യവും ഇംഗ്ലീഷ് പുസ്തകങ്ങളും വായിക്കുന്നൊരു ശീലം പ്രേം നസീർ. ആൾക്ക് എങ്ങനെ ബോറടിക്കാനാണ്? അല്ല, അപ്പോൾ അത് മനസ്സിലാവും. അല്ല, എൻ്റെ അടുത്ത് ആളുകൾ പറഞ്ഞ പ്രേം നസീറിനെ അറിയാവുന്ന ഒരു കക്ഷി എൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് 2 പേരെ ഇത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ അടുത്ത്. ഒന്ന് നെടുമുടി വേണു എൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് ബാലേന്ദ്രൻ ചുള്ളിക്കാടാണ്. ഇവർ 2 പേരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം പ്രേം നസീറിൻ്റെ ഈ വായനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഇപ്പോൾ സിനിമ ഇല്ലാത്ത കാലം എന്ന് പറഞ്ഞാൽ ഒരാൾക്കും ആചന്ദ്രതാരം സിനിമ ഉണ്ടാകുന്നൊരവസ്ഥ വരുന്നേയില്ല. പക്ഷേ സിനിമ ഇല്ലാത്ത കാലം വന്നു കഴിഞ്ഞപ്പോൾ പ്രേം നസീർ ഇങ്ങനെ സിനിമയുണ്ടോ എന്ന് ചോദിച്ചു എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ പ്രേം നസീറിനെ കാണാനും സംസാരിക്കാനും ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരാളാണ്. ഞാനന്ന് ജൂനിയറായ ഒരു പത്രപ്രവർത്തനം തുടങ്ങുന്ന സമയം. അപ്പോൾ അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പത്രപ്രവർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട ന്യൂസ് സോഴ്സുകളിലൊന്ന് ഗസ്റ്റ് ഹൗസാണ്, ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ്. കാരണം ഈ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും പ്രമാണിമാരും ഒക്കെ വന്ന് താമസിച്ചാൽ ഇന്നത്തെ രീതിയിൽ 5 സ്റ്റാർ ഹോട്ടലൊന്നുമില്ല, എല്ലാവരും താമസിക്കുന്നത് ഗസ്റ്റ് ഹൗസിലാണ്. പിന്നെ ആകെയുള്ളൊരു ഹോട്ടൽ എറണാകുളത്തുള്ളത് സീലോഡാണ്. പക്ഷെ അത് കള്ളു കുടിക്കാൻ പോകുന്നവരായതുകൊണ്ട് കള്ളു കുടിക്കണം എന്നുള്ളവർ പോലും ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിട്ട് രഹസ്യമായിട്ട് അവിടെ പോയി കള്ളു കുടിച്ച് വരുന്നല്ലാതെ പരസ്യമായിട്ട് അവിടെ പോയി താമസിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരെല്ലാവരും താമസിക്കുന്ന ഇവിടെയാണ്. അപ്പോൾ ഞാനും അന്നത്തെ മാതൃഭൂമിയുടെ റിപ്പോർട്ടറായിരുന്ന ജി ഷഹീദും കൂടി ഇങ്ങനെ വാർത്ത അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ആരുണ്ട് എന്നുള്ള കാര്യം അവിടെ വിളിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ പ്രേം നസീറും പത്മകുമാർ അന്ന് ചീഫ് സെക്രട്ടറിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വലിയ സുഹൃത്തായിരുന്നു പത്മകുമാർ. ഇവർ 2 പേരും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 2 പേരും കൂടി വെറുതെ കാണാൻ വേണ്ടി അവിടെ ചെല്ലുകയും അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്യാനുള്ളൊരു സൗഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കുന്നൊരു കാര്യമുണ്ട്. കാരണം ഞാനന്ന് വളരെ ജൂനിയറായ ഒരു ഷഹീദും അതെ. പക്ഷേ ആ വളരെ താരതമ്യേന ജൂനിയറായ ഒരു പത്രപ്രവർത്തകരോട് പ്രേം നസീർ അന്ന് എവിടെ ഇറങ്ങി നിന്നാലും ആള് കൂടുന്ന സമയമാണ്. ഇന്നത്തെ നടന്മാരെ പോലെയല്ല, റിയൽ സൂപ്പർ സ്റ്റാറാണ്. എൻ്റെ ഒരു നിരീക്ഷണം മലയാളത്തിൽ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടായിട്ടുള്ളത് പ്രേം നസീറാണെന്നാണ്. അപ്പോൾ ആ കാലത്ത് അദ്ദേഹത്തെ പോലുള്ള വളരെ ഒരു സെലിബ്രിറ്റി ഞങ്ങളോട് എന്തൊരു വിനയത്തോടു കൂടിയാണ് പെരുമാറിയതെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ആ പ്രേം നസീറിൻ്റെ ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത, ഒരു നടനും ഇല്ലാത്തൊരു പ്രത്യേകത, 30 കൊല്ലം ഈ സിനിമ ഇൻഡസ്ട്രിയെ പിടിച്ചു നിർത്തിയ മനുഷ്യനാണ് പ്രേം നസീർ. ഒറ്റ മനുഷ്യന്റെ കരുത്തിൽ, ബലത്തിൽ, അല്ലേ? ഒറ്റ മനുഷ്യന്റെ കരുത്തിൽ, അല്ലെങ്കിൽ നന്മയിൽ, പിന്നെ അത് മാത്രവുമല്ല, ഒരു കാര്യം, പ്രേം നസീറിൻ്റെ സിനിമ വെച്ച് ഏതെങ്കിലും എടുത്തതിൻ്റെ പേരിൽ ഒരു സിനിമാ നിർമ്മാതാവും പെരുവഴിയിലായിട്ടില്ല. ഒരു സിനിമ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അയാളെ തേടിപ്പിടിച്ച് അടുത്ത സിനിമ എൻ്റെ ഡേറ്റ് തരിക,
ഒരു ഇതെടുത്തിട്ട് വരും, എന്നിട്ട് ബാക്കിയുള്ള നടീനടന്മാരെ വിളിച്ച് പറയും ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് അല്ല, ഫ്രീ ആയിട്ടല്ല, കാശ് തരും സിനിമ ഇറങ്ങിയതിന് ശേഷം. അങ്ങനെയാണല്ലേ? ആ, കാശ് തരും സിനിമ ഇന്ന് ഏത് നടൻ ചെയ്യുമല്ലേ? അങ്ങനെ ചെയ്ത് ഈ ഇൻഡസ്ട്രിയെ, അത് പ്രേംനസീറിന് അതിനകത്ത് ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രി നിലനിൽക്കണം. ഒരുപാട് പേര് ഇതുകൊണ്ട് ജീവിക്കുന്നതാണ്. ആ ജീവിക്കുന്നവരുടെ ജീവിതം നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന നമ്മളെല്ലാവരും ഒരുമിച്ച് പരിശ്രമിക്കണം എന്ന വിശ്വാസക്കാരാണ്. ചുമര് നിലനിർത്തണം, എങ്കിലേ ചിത്രം എഴുതാൻ പറ്റും. അത് തന്നെ. അപ്പോൾ അങ്ങനെ ചെയ്ത് 30 കൊല്ലം ഈ ഇൻഡസ്ട്രിയെ പിടിച്ചു നിർത്തിയ ആളാണ്. പിന്നെ അത് മാത്രം എല്ലാവരും പറയുന്നില്ലേ, പ്രേംനസീർ മരം ചുറ്റി പ്രേംനസീർ മരം ചുറ്റിക്കഴിഞ്ഞാൽ ആ മരം ചുറ്റൽ കാണാൻ മലയാളി ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് പോകും. കറക്റ്റാണ്. ഇന്നിപ്പോൾ ഇവർ മരം ചുറ്റിക്കഴിഞ്ഞാൽ മരം ചുറ്റിയിട്ടും കാര്യമില്ല. അല്ല, മരം പോലും ആ ചുറ്റി കാണില്ല. കറക്റ്റാണ്. പ്രേംനസീർ 3 തലമുറ കാലം എന്ന് വെച്ചാൽ 30 കൊല്ലം ഹീറോ ആയിട്ടാണ് നിൽക്കുന്നത്. അതെ, പരമസുന്ദരനായിട്ട് മനുഷ്യരോട് നന്നായിട്ട് പെരുമാറുന്നത്. അത് ഒരു കാര്യം കൂടിയുണ്ട്, പ്രേംനസീറിനോടൊപ്പം ജോലി ചെയ്ത ഏതെങ്കിലും ഒരാൾ പ്രേംനസീർ മോശമായി പെരുമാറി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇന്നോളം പറഞ്ഞിട്ടില്ല. ഇന്നോളം പറഞ്ഞിട്ടില്ല. മാത്രമല്ല കൂടെ പണിയെടുത്തവരെയൊക്കെ സഹായിച്ചു. അത് മാത്രമല്ല, 7 മണിക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6:50 പ്രേംനസീർ അവളെ ചെന്നിരിക്കും. കാരണം താരത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ആർക്കും വന്നിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ആ ഒരു ഏറ്റവും വലിയൊരു വിനോദോപാധിയെ ജനകീയമാക്കുകയും ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, ശാർക്കര ഭഗവതി ക്ഷേത്രത്തിൽ ആനയെ കൊടുത്തത് നടയിരുത്തിയത് അദ്ദേഹത്തിന്റെ നാട്ടിലെ അല്ല, അദ്ദേഹം ഇവിടെ വന്ന് പ്രസംഗിച്ച ഒരു കാര്യമുണ്ട് മട്ടാഞ്ചേരിയിൽ വന്നിട്ട്. അതെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് കൊച്ചുണ്ണി മാഷാണ്. ആ കൊച്ചുണ്ണി മാഷായിട്ട് വലിയ അടുപ്പമായിരുന്നു അദ്ദേഹം. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബബന്ധമൊന്നുമില്ല, വലിയ അടുപ്പം. കൊച്ചുണ്ണി മാഷ് വലിയ കക്ഷിയായിരുന്നല്ലോ, വലിയ നേതാവായിരുന്നല്ലോ, KPCCയിലേക്ക് വലിയ നേതാവ്. അന്ന് കേരളത്തിൽ ആകെ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ്. പിന്നെ കൊച്ചിയുടെ ആദ്യത്തെ മേയർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. കൊച്ചുണ്ണി മാഷ്ക്ക് വേറൊന്നും കൂടിയുണ്ട്. അവിടെ ഇപ്പോൾ ഫിഷറീസ് ഹാർബറിലിരിക്കുന്ന പള്ളി, അത് അവിടെ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്ത് വെക്കണം എന്ന് കൊച്ചുണ്ണി മാഷ് പറഞ്ഞു. കാരണം അപ്പോൾ ഹാർബറിന് അത്രയും കൂടി സ്ഥലം കിട്ടും. ഇപ്പോൾ ആ ഹാർബറിനകത്തൊരു പള്ളിയുണ്ട്, ആർക്കും അറിയില്ല, അത് കൊച്ചു പള്ളി, ഒരു കുടിസ് പള്ളിയുണ്ട്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വാട്ടർ ടാങ്ക് ഇരിക്കുന്ന മെയിൻ സ്ഥലം പള്ളിക്ക് വേണ്ടി കൊടുക്കാമെന്ന് പറയുകയും മാഷ് അത് സമ്മതിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ചെന്നപ്പോൾ ഒരു ഇലക്ഷൻ മാഷ് തോക്കാനുള്ള കാരണം അതാണ്. പള്ളി പൊളിച്ച കൊച്ചുണ്ണിയെ തോൽപ്പിക്കാൻ പറഞ്ഞു. നാടിന് വേണ്ടിയിട്ടാണ്, ഹാർബറിന് വേണ്ടിയിട്ട് മനുഷ്യന് ജീവിക്കാൻ. അല്ലെന്ന് പള്ളിക്ക് വേറെ നല്ല സ്ഥലം കൊടുക്കുക. ഇതിപ്പോൾ പള്ളിക്ക് വിശുദ്ധ സ്ഥലമില്ലല്ലോ. എന്ത് വിശുദ്ധി? എവിടെ? മനസ്സിലല്ലേ വിശുദ്ധി? അല്ല, പ്രയർ ഹാൾ എന്നാലൊക്കെയാണല്ലോ അത് ആവശ്യമുള്ളൂ. അപ്പോൾ അത് ആ റോഡ് സൈഡിൽ കിട്ടണമെങ്കിൽ എല്ലാവർക്കും സൗകര്യമായിട്ടിരുന്ന് കാണുകയും ചെയ്യുക, ഇത് കേൾക്കുകയും ചെയ്യുക. അത് മാഷ് പറഞ്ഞാണ്. അപ്പോൾ മാഷ് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രേംനസീറിൻ്റെ ഒരു പ്രത്യേകത, അവിടെ ചെന്നിട്ട് പ്രേംനസീർ പറഞ്ഞ്, ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളാണ്, അഭിനയിച്ച് കിട്ടിയ പണത്തിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് ഈ പള്ളി പണിയാൻ വേണ്ടി പൈസ തന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. പറയേണ്ടത് തന്നെയാണ്. ഇതിനെ നിങ്ങൾ ഷിർക്കാക്കി കരുതരുത്. തീർച്ചയായിട്ടും ഷിർക്കായിട്ട് മാത്രമല്ല, അനിസ്ലാമികമായിട്ട് കാണരുത്, ഹറാമാക്കരുത്. അതുകൊണ്ട് സിനിമയിൽ നിന്ന് പള്ളിയിൽ നിന്ന് നൃത്തം. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമയും അതുപോലുള്ള കലാരൂപങ്ങളൊക്കെ നിഷേധിക്കുന്ന ഒരു സമീപനം മതപരമായിട്ട് ശരിയായിട്ട് ഞാൻ കരുതുന്നില്ല എന്ന് അവിടെ പ്രസംഗിച്ച ആളാണ്. ഒരു നിലപാടുള്ള ഒരാളാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ഇത് പ്രേംനസീർ എവിടെയെങ്കിലും നിസ്കാരപ്പായുമായിട്ട് പോയ ചരിത്രം കേട്ടോ? ഇല്ല. ഇപ്പോഴാണ് അതൊക്കെ ഷോ ആയി തുടങ്ങിയത്. ഇപ്പോഴാണ് ഷോ. പ്രേംനസീർ അത് ചെയ്തിട്ടില്ല. എന്നാ അങ്ങേർക്ക് നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ എന്താ പ്രയാസം? ആരാ സൗകര്യം ചെയ്തു? ഏത് സെറ്റ്? പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു നിർമ്മാതാവിനും ഭാരമായി ഒരു നടൻ മാറരുത് എന്ന വിശ്വാസക്കാരനായിരുന്നു. അതാണ് യഥാർത്ഥ ദൈവവിശ്വാസം. അതാണ്. പിന്നെ അത് മാത്രമല്ല, ആ കാലത്ത് ഉണ്ടായിരുന്ന അത് ഏതൊരു നടി, അവരുടെ പേര് ഞാൻ മറന്നുപോയി, മറ്റേ കോട്ടയത്തെ മറ്റോട്ടുള്ളൊരു പ്രായമായൊരു സ്ത്രീ നടി, അവർ പറഞ്ഞു അവരുടെ സഹോദരൻ്റെ വിവാഹം. അപ്പോൾ ചോദിച്ചു, എന്തായി സഹോദരി, എന്തായി വിവാഹം? അപ്പോൾ ഇന്ന ദിവസമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രേംനസീർ പറയുന്നു, അപ്പോൾ നമ്മളെല്ലാവരും
അന്ന് വിവാഹത്തിന് പോകുന്നു. നമ്മുടെ എല്ലാവരുടെ കാറും ഈ വിവാഹത്തിന് കൊടുക്കുന്നു. നമ്മളെല്ലാം 4-5 പേര് ഒരു വാഹനത്തിൽ പോയിട്ട് ബാക്കി കാറ് വിവാഹ ആവശ്യത്തിന് ഓടാൻ വേണ്ടി കൊടുത്തു എന്നുള്ള കാര്യം അവർ പറഞ്ഞു. അങ്ങ് പ്രേം നസീറും ഇവരുമൊക്കെ തമ്മിൽ എന്ത് താരതമ്യമൊന്ന്. ചുരുക്കി പറഞ്ഞാൽ ഈ മലയാള സിനിമയിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയെ അതിനൊരു ഇൻഡസ്ട്രി ആക്കുകയും അതിനെ നിലനിർത്തുകയും ചെയ്തൊരു വലിയ പിന്നെ അഭിനയത്തിൽ പ്രേം നസീർ എത്ര സിനിമയുണ്ട്? 600 മറ്റോ സിനിമ അഭിനയിച്ചിട്ടുണ്ട്. അതിലൊരു 10% നല്ല അഭിനയമുണ്ട്. നന്നായി അഭിനയിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 സിനിമയിൽ അദ്ദേഹത്തിൻ്റെ നടന വൈഭവം നമുക്ക് കാണാൻ കഴിയും. പിന്നെ അഭിനയിച്ച എല്ലാ സിനിമയിലും നടന വൈഭവം ഉണ്ടായിട്ടില്ല എന്നാണല്ലോ ഇവർ പറയുന്നത്. ആ സിനിമ അത് ആവശ്യപ്പെടുന്നില്ല. അല്ല, സിനിമ ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ആ നടന വൈഭവം കൊണ്ട് ആ സിനിമ സൂപ്പർ ഹിറ്റായിരുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മിനിമം. അതായത് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇന്ന് ഒരു നടനും മിനിമം ഗ്യാരണ്ടി ഇല്ല. നസീറിന് അതുണ്ടായിരുന്നു. അതുകൊണ്ട് മലയാള സിനിമയിലേക്ക് കടന്നു വരുന്ന പുതിയ ആക്ടേഴ്സ് അത് ആദരപൂർവം തന്നെ കാണേണ്ട ഒരു നടനാണ്. അവർക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്രേം നസീറിനെ മുൻനിർത്തി ഒരു ഇൻ സർവീസ് കോഴ്സ് കൊടുക്കണം. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു നിർദ്ദേശം ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറിനെ ക്ലാസ് എടുക്കാൻ വിളിക്കുക. അറ്റ്ലീസ്റ്റ് അവര് ഒരു ബോധം വേണ്ട സാറേ, വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നത്. അങ്ങനെ പ്രേം നസീറിനെ ഒന്നും അങ്ങനെ പറയാൻ പാടില്ല. കാരണം അവര് നിൽക്കുന്ന ഇൻഡസ്ട്രിയെ 30 കൊല്ലം പിടിച്ചു നിർത്തി മുന്നോട്ട് നയിച്ച ഒരു മഹാപ്രതിഭയാണ് അദ്ദേഹം. ആ നന്ദി പോലും ഇല്ല സാർ. സാറിന് നല്ല ഓർമ്മയുണ്ട്, നമുക്ക് വേണ്ടി നമ്മുടെ സംസ്കാരം നിലനിർത്തിയ ഒരാളെന്നുള്ള നിലക്ക്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇതിന്റെ ഗുണഭോക്താക്കളാണ്, നമ്മള് പൈസ കൊടുത്തത് കാണുന്നവരാണ്, ഇവരതിന്റെ ഗുണഭോക്താക്കളാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ പോയിട്ട് എനിക്ക് തോന്നുന്നത് ഈ പ്രേം നസീറിന് അങ്ങനെ അങ്ങനെ ഇത് മോഹൻലാലൊന്നും പ്രേം നസീറിനെ ആക്ഷേപിക്കുന്നത് ഞാൻ കേട്ടിട്ട് ബോധമുള്ള ആരും പറഞ്ഞിട്ടില്ല. ഇതിപ്പോ ഈ 2ാം നിരയിലും 3ാം നിരയിലും ഒക്കെ വരുന്ന താരങ്ങളാണ്. അല്ല, അവർക്ക് എന്താ കാര്യം എന്ന് വെച്ചാൽ അവരാണ് സിനിമയെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ്. പ്രേം നസീർ കൊടുത്തിട്ടുള്ളൊരു ഉപദേശമുണ്ട്, അതെന്താണെന്നറിയാമോ? സിനിമക്ക് നമ്മളാവശ്യമില്ല, നമുക്ക് സിനിമയെ ആവശ്യമുണ്ട്, അത് മറക്കരുതെന്ന്. ആ പാഠം കറക്റ്റാണ് സാർ. ആ വാക്യം, പ്രേം നസീറിൻ്റെ ഈ വാക്യം തന്നെ ടീനി ടോം ഉൾപ്പെടെയുള്ള പുതിയ തലമുറ ഓർമ്മിക്കട്ടെ. ഓർമ്മിച്ചാൽ അവർക്ക് നന്ന്. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.